ശ്രീ സതീഷ് വസന്ത്, അവരുടെ തീരുമാനം ഇവിടെ വ്യക്തമാണ്. കള്ളത്തരത്തിനും പൊള്ളയായ കണക്കുകൾക്കും ഒന്നും പ്രസക്തിയില്ല, അഭിനയത്തിനും പ്രസക്തിയില്ല. കാരണം വീണ ജോർജ് ഈ രണ്ടാം വട്ട ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം ദില്ലിക്ക് പോകുന്നതിന് മുൻപ് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് സമരസമിതി നേതാക്കൾക്ക് കൊടുത്തുവിട്ട ഒരു കുറിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാ വാർത്താ ചാനലുകളിലും കണ്ടതാണ്. അത് വായിച്ചപ്പോൾ എൻ്റെ ആശമാരെ നിങ്ങൾ സമരം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ആശമാരെല്ലാവരും കൂക്കി വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർക്കത് അങ്ങനെ പ്രതികരിക്കാൻ തോന്നിയത് എന്നുള്ളത് തന്നെ വ്യക്തമാകുകയാണ്. സർക്കാർ ഇനിയെങ്കിലും അനുകൂലമായ ഒരു നടപടിയിലേക്ക് കടക്കണം, അവരുടെ കണ്ണു തുറക്കണം, അല്പമെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കണം എന്ന് കരുതണ്ടേ? രോഹിണി, ഇപ്പം ബഹുമാനപ്പെട്ട നമ്മളെ ആശാവർക്കറിൻ്റെ നേതാവ് ലളിത പറഞ്ഞു കഴിഞ്ഞു. അവർ പാർലമെൻറ്റ് 2019 ഇതിനു വേണ്ടി ഈ ഇൻസെൻറ്റീവ് കൂടണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം നടത്തി. എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ? വല്ലതും ചെയ്തു. ഈ ചുമ്മാ വന്ന് ഷോ എന്ന് കാണിക്കല്ലേ. അല്ല, ഞാൻ പറഞ്ഞത് അത് രാജി ഉറക്കെ പറയൂ. എന്തിനാണ് ഭയക്കുന്നത്? ഉറക്കെ പറയൂ. ആ സമരത്തിൽ നിന്ന് നേടിയെടുത്തതാണ് ഈ തുക എന്ന് ഉറക്കെ പറയൂ. ഫിക്സഡ് ഇൻസെന്റീവ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ എത്ര രൂപയാണ്? അപ്പൊ മറുപടി ഉണ്ടോ ശ്രീ സതീഷ് വസന്ത്? ചോദിച്ച ചോദ്യം അതാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. ഇൻസെൻറ്റീവായിട്ട് അവർക്ക് അത് ഇൻസെൻറ്റീവായിട്ടാണോ ഈ ഓണറിന്റെ കൂടെ വരണയാണോ? പറയൂ. രണ്ടും രണ്ടാണ്. അല്ല, ഞാൻ പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞ ഈ 2000 രൂപ ഇൻസെൻറ്റീവായിട്ട് തന്നപ്പോഴത്തേക്കും അത് ഏതെങ്കിലും ഒരു നിബന്ധന വെച്ചിട്ടല്ലേ ഇൻസെൻറ്റീവായിട്ട് തന്നെ. നിങ്ങൾക്ക് ഇൻസെൻറ്റീവും രണ്ടാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു. ഓണറായിട്ട് ബഹുമാനപ്പെട്ട ഇപ്പം BJP വക്താവ് പ്രിൻറ്റു മഹാദേവ് പറഞ്ഞു. അദ്ദേഹം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് NHMൻ്റെ ഇതാണ്. NHMൻ്റെ വഴി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത NHM വഴി നമ്മൾ കൊടുക്കുന്നതിന് ഓണറേറിയം കൊടുക്കുന്നത് 100% ശരിയാണെന്നേ. അത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരു ഇതാണ് ആശ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അത് 100% നിങ്ങൾ പറഞ്ഞത് തന്നെ കറക്റ്റ്. അപ്പം ഈ അദ്ദേഹം പറഞ്ഞ എന്താണ് 2023-24 നമുക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് തന്നിട്ടില്ല? അത് ലാപ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒക്ടോബർ മാസത്തിൽ വന്നിട്ടുള്ളത്. ആ ലാപ്സ് എങ്ങനെ ആയത്? ബഹുമാനപ്പെട്ട പ്രിൻ്റ് പറഞ്ഞു. അതിൻ്റെ പേര് മാറ്റണം. എങ്ങനെ? മന്ദിർ മന്ദിരിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു രീതിയിലും അത് മാറ്റണമെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്താണെന്ന് പറയാം? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ അല്ലല്ല, ഞാൻ പറഞ്ഞുതരും. മന്ദിറും മോസ്കൊന്നും പറഞ്ഞുകൊണ്ടല്ല ഇവിടെ കൊടുക്കേണ്ടത്. ആശാവർക്കർക്ക് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെത് മാന്യമായി കൊടുക്കണം. നിങ്ങൾ വീടുകളിലെ നിങ്ങൾ വീടുകളിലെ ഇത് തന്നു. അവിടെ മോഡി സർക്കാർ 70,000 രൂപയിൽ 3,20,000 രൂപ കൊടുക്കുന്ന കേരള സർക്കാർ അവർക്ക് ആ വീട് കൊടുക്കുമ്പോഴത്തേക്കും സംസാരിച്ചില്ലല്ലോ. അല്ല, പ്രിന്റ് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചല്ലോ. ഞാൻ പറഞ്ഞതിന് ശേഷം പ്രിന്റ് സംസാരിക്കും. അല്ല, തെറ്റിദ്ധരിപ്പിക്കുകയല്ല. 100% കറക്റ്റാണ്. അത് എങ്ങനെയാണ് സമ്മതിക്കുന്നത്? അത് ഏത് ലെവലിലാണ്? നിങ്ങൾ ചെറിയൊരു എമൗണ്ട് നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് തന്നിട്ട് നിങ്ങൾ മോഡി സർക്കാരിന്റെയും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കള്ളമടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എവിടെ ന്യായീകരണം? ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന പൈസ എന്നാലും കേരള ഗവൺമെന്റ് കൊടുക്കുന്നതിനാൽ ആരും വയ്ക്കുന്നത്, മോഡിയിലെ വയ്ക്കുന്ന, പിണറായിനെ വയ്ക്കുന്ന, ആരും വയ്ക്കില്ല. നിങ്ങൾക്ക് പാവപ്പെട്ടവന് കൊടുക്കേണ്ട പണം കൊടുക്കൂ. നിങ്ങൾ സുരേഷ് ഗോപി ഇവിടെ വന്നാൽ അദ്ദേഹം പൊങ്കാല ഇടാൻ കൊടുത്തു, അദ്ദേഹം കുട വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്ക്. ഈ കാര്യത്തിനൊരു കേന്ദ്ര ഗവൺമെന്റിന് ഒരു പരിഹാരം ഉണ്ടാക്ക്. നമുക്ക് യോജിച്ച് നമുക്ക് പോവാം. അതല്ലല്ലോ ഇവിടെ രാഷ്ട്രീയമല്ലേ നിങ്ങൾ കളിക്കുന്നത്? അല്ല, നിങ്ങൾ രാഷ്ട്രീയം കളിക്കല്ലേ? നിങ്ങൾ രാഷ്ട്രീയം എന്തിനാണ് കളിക്കുന്നത്? ആശാ വർക്കർമാർക്ക് ഇത്രയും ഓണറേറിയം കൊടുത്തത് ഈ സർക്കാരല്ലേ? പിണറായി സർക്കാരല്ലേ ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തത്? ഘട്ടം ഘട്ടമായിട്ട് കൊടുത്തത് അവരല്ലേ? അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംശയമില്ല. കേന്ദ്രം നമുക്ക് തന്നത് ഔദാര്യമല്ല. എൻ്റെ പിണ്ടു, ഈ നമ്മളെ ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മളെ നിന്ന് പിരിച്ചുകൊണ്ടുവന്ന പോണ നികുതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർക്ക് തരുന്നത് അതൊരു ഭരണഘടന രീതിയാണ്. അത് ആരും ഔദാര്യമല്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യം അത് നമുക്ക് തരാതെ എങ്ങനെയാണ്? നിങ്ങൾ പല കണക്കുകൾ, നിങ്ങൾ പറയുന്ന കണക്കുകൾ കൊടുത്തില്ല. നിങ്ങളെ കണക്കുകളായിട്ട് യോജിപ്പിച്ച് പോകാൻ പറ്റില്ല. ഇവിടുത്തെ കണക്കുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കൊടുക്കണം. നമ്മൾ എവിടെ ചെലവാക്കിയെന്ന് വേണം. എവിടെയാണ് NHMന്റെ പൈസ വകമാറ്റി ചെലവാക്കിയത്? പറയൂ, എവിടെയാണ് മാറ്റി ചെലവാക്കിയത്?
ചുമ്മാ ഒന്ന് പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. NHM പൈസ എവിടെയാണ് വക മാറ്റിയിട്ടുള്ള പറയൂ. എല്ലാ വകുപ്പുകളിലും ഈ വക മാറ്റി ചെലവഴിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചീഫ് സെക്രട്ടറി കേരളത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന പോലീസിന് നൽകാനുള്ള വിഹിതം അത് തുക മാറ്റി ചിലവഴിച്ചോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്രത്തിന് സംശയമുണ്ട്. ബില്ല് കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര ചീഫ് സെക്രട്ടറി ഇങ്ങോട്ടേക്ക് കേരളത്തിൽ ഏറ്റവും വലിയ ഇപ്പൊ ദുരന്തം വയനാട്ടിൽ നടന്നത്. ആ വയനാട്ടിൽ നടന്നപ്പോഴത്തേക്ക് ഇവർ ഒരു പൈസ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങൾക്ക് എത്ര കോടി രൂപയാണ് ഇവർ കണക്ക് ചോദിച്ചാണ് കൊടുക്കുന്നത്. ഇവർ കണക്ക് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താ, ജനസംഖ്യ ആനുപാതികമായാണ് അവർക്ക് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ജനസംഖ്യ ഉണ്ടാക്കാം. കേരളത്തിലെ ജനങ്ങളെല്ലാം പിന്നെ ജനസംഖ്യ ഉണ്ടാക്കാനുള്ള തന്ത്രപാടില്ല. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി അങ്ങനെ ജനങ്ങൾ വളർത്താം. എന്താ പറയുന്നത്? സമ്മതിക്കില്ല. ശരി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പോലും കൃത്യമായി നടപ്പിലാക്കുന്നില്ല. കേന്ദ്രം കണക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടെന്ന് പല ആവർത്തി ചോദിച്ചപ്പോഴാണ് ഒരു പ്രാഥമിക ഘട്ട കണക്കെങ്കിലും സംസ്ഥാന സർക്കാരിന് കൊടുക്കാനായത്. അതൊക്കെ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീ സതീഷ് വസന്ത്, ഇവിടെ ചോദ്യം അതല്ല, ഓണറേറിയമെങ്കിലും എന്തുകൊണ്ട് നൽകുന്നില്ല കൃത്യമായി എന്നുള്ളതാണ്. ശ്രീമതി രാജി സൂചിപ്പിച്ചു, 3-4 മാസം കുടിശ്ശിക ഇടുകയാണ്. പിന്നീട് വീണ്ടും തങ്ങൾക്ക് അവകാശപ്പെട്ട ഈ തുകയ്ക്കായി വീണ്ടും സമരമിരിക്കണം. കുടിശ്ശിക കൊടുക്കും. അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഈ കുടിശ്ശിക വാങ്ങിക്കാൻ വേണ്ടി മാത്രം സമരം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ലോ. അവരെ ആവശ്യങ്ങൾ, പുതിയ ആവശ്യങ്ങൾ വരാൻ വേണ്ടി മാത്രം അവർ സമരം ചെയ്തിട്ടുണ്ട്. ഇന്ന് കുടിശ്ശിക ഉണ്ടോ പറയില്ലതാ സത്യസന്ധതയെ പറ്റി. നിങ്ങളെ ഓണർ അറിയത്തില്ല. ഇപ്പൊ കുടിശ്ശിക ഇല്ലല്ലോ. കുടിശ്ശികയില്ലല്ലോ. തെരുവിലിറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടാണ് തന്നത്. ശേഷമാണ് ആ കുടിശ്ശിക വീട്ടിയത്. സമരം ചെയ്ത് അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വലിയ ശ്രദ്ധയായി വന്നു. അടക്കം കൂട്ടില്ല എന്നുള്ള ഉറപ്പ് അവർക്ക് അർഹതപ്പെട്ട ഓണറേറിയം കൂട്ടി തന്നെ കൊടുക്കും. ഒരു സംശയവും ഇല്ല. ശരി. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മറുപടിയും വരുന്നില്ല.